ആറന്മുളയിലെ വയലുകൾ നികത്തി ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് വിമാനത്താവള വിരുദ്ധ സമരസമിതി. വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച സ്ഥലത്ത് IT പദ്ധതി തുടങ്ങാനുള്ള KGS ഗ്രൂപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ആവശ്യമെങ്കിൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. 2011 മുതൽ 2014 വരെ നീണ്ടുനിന്ന ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രക്ഷോഭങ്ങളിൽ സുപ്രധാന സംഭവമാണ്. 90% നീർത്തടങ്ങളുള്ള 344 ഏക്കറിൽ വിമാനത്താവളം തുടങ്ങാനുള്ള പദ്ധതി ശക്തമായ സമരത്തെ തുടർന്ന് KGS ഗ്രൂപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നില്ല. TOFL എന്ന പുതിയ പേരിൽ ഇതേ സ്ഥലത്ത് IT പാർക്ക് നിർമ്മിക്കാനുള്ള നീക്കത്തെ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി ശക്തമായി എതിർക്കുന്നു. കരഭൂമിയിൽ പദ്ധതി ആരംഭിക്കുന്നതിൽ എതിർപ്പില്ല, പക്ഷേ നീർത്തടങ്ങളെയും വയലുകളെയും നികത്താൻ അനുവദിക്കില്ല. ഇട്ട മണ്ണ് മാറ്റുക, വീണ്ടും മണ്ണിടാതിരിക്കുക, ഇവിടുത്തെ ജൈവവൈവിധ്യങ്ങളെ പറ്റിയുള്ള പഠനം, 257 സ്പൈസ് ചില സസ്യങ്ങൾ, സ്പീസീസുകൾ, അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉള്ളതായിട്ട് പഠനം നടത്തിയെടുത്ത് വീണ്ടും മണ്ണിടുക എന്നുള്ള താല്പര്യം മാത്രമേ ഈ KGS പുതിയൊരു പേരിൽ വരുന്നതിനകത്തുള്ളൂ. അവരുടെ ഇടയിൽ തന്നെ ഇതിനകത്ത് ധാരണ വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു സംവിധാനം മണ്ണിട്ട് മൂടി നടക്കത്തില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. സർക്കാർ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സമരസമിതി. ആവശ്യഘട്ടങ്ങളിൽ സമ്പൂർണ്ണ സമരത്തിലേക്ക് നീങ്ങാനും തയ്യാറാണ്. ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പിൻപിൽ പ്രവർത്തിച്ച KGS എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി വീണ്ടും പുതിയൊരു പേരിൽ പുതിയൊരു പദ്ധതിയുമായിട്ട് പദ്ധതി പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിതിനെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത്. അവർ ഈ പദ്ധതി നടത്തിപ്പിനെക്കാട്ടിൽ അവർക്ക് ഈ മിച്ച ഭൂമി റെഗുലറൈസ് ചെയ്തിട്ട് സ്വന്തമാക്കുന്നതിനുള്ള പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നീർച്ചാലുകളും മണ്ണിട്ട് നികത്തി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെയും ഈ ആറന്മുളയിലെ ജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനെ നമ്മൾ ബഹുജന പ്രക്ഷോഭത്തിൽ കൂടെ തന്നെ, പ്രത്യക്ഷ സമര പരിപാടികളിൽ കൂടെ തന്നെ തീർച്ചയായിട്ടും നേരിടും. കോടതി ഇടപെടലിനെ തുടർന്ന് ആറന്മുളയിൽ നികത്തിയ നീർത്തടങ്ങൾ പുനഃസ്ഥാപിച്ച് അവിടെ നെൽകൃഷി വരെ തുടങ്ങിയിരുന്നു. വയലുകൾ നിലനിൽക്കെ തന്നെ 2018 പ്രളയമുണ്ടാക്കിയ ഭീതി ആറന്മുളക്കാർ മറന്നിട്ടില്ല. സർക്കാർ ആറന്മുള പൈതൃക ഭൂമിയെ ഉന്നമിട്ടാൽ കുമ്മനം രാജശേഖരനും സുഗതകുമാരി ടീച്ചറും നയിച്ച സമരം പുനരാരംഭിക്കും. സമരവീര്യവും ഒട്ടും ചോർന്നിട്ടില്ല. ജനം, പത്തനംതിട്ട.